നമ്മളിൽ പലരും VLOOKUP ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ? അപ്പോൾ ഈ VLOOKUP യൂസ് ചെയ്യുന്നവർക്കറിയാം അതിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് അത് ലെഫ്റ്റിലേക്ക് വാല്യൂസിനെ ലുക്കപ്പ് ചെയ്യില്ല, അതുപോലെ തന്നെ അതിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കുറേ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ VLOOKUP ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിസഡ്വാൻറ്റേജസിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു അടിപൊളി ഫംഗ്ഷനാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതാണ് DGET ഫംഗ്ഷൻ. DGET ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസ് ഫംഗ്ഷനാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ലാർജ് ടേബിൾ ഓഫ് ഡാറ്റയെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ അതായത് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആൻഡ് ഓർ ലോജിക് ഫംഗ്ഷൻസിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം. അതായത് ഞാനിവിടെ ഹന എന്ന് പറയുന്ന ഒരു നെയിമാണ് ഇട്ടിട്ടുള്ളത്. എനിക്ക് ഈ ഹനയുടെ എന്താണ് റിട്രീവ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ID ആണ് ഞാൻ റിട്രീവ് ചെയ്യുന്നത്. ID എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നെയിമിൻ്റെ ലെഫ്റ്റ് സൈഡിലാണുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് പോകുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ID തന്നെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു VLOOKUPൻ്റെ ഡിസഡ്വാൻറ്റേജ് ഇത് ലെഫ്റ്റിലേക്ക് പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആദ്യം പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ എനിക്ക് ഈ ഒരു സെല്ലിലാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഈസ് ഈക്വൽ ടു എന്നിട്ടു ദെൻ DGET എന്ന് എഴുതുമ്പോൾ തന്നെ DGET എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട്. അത് ടാപ്പ് കീ അടിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡാറ്റാബേസ് ആണ് ഫസ്റ്റ് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു DGET ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസ് ഫംഗ്ഷൻ ആണെന്നല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റോ മസ്റ്റ് കണ്ടെയ്ൻ ഹെഡിങ് ഓഫ് ഈച്ച് കോളം. ഓക്കെ, ഫസ്റ്റ് റോയിൽ നമ്മൾ ഹെഡിങ് ഇട്ടിട്ടുണ്ടാകണം. അതായത് ഈ സംഭവത്തിനുണ്ടല്ലോ, ഈ DGET ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡാറ്റയ്ക്ക് ഹെഡേഴ്സ് ഉണ്ടായിരിക്കണം, കോളം ഹെഡേഴ്സ് ഉണ്ടായിരിക്കണം. അത് മസ്റ്റാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഡാറ്റാബേസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണേ. നമ്മളെ ഡാറ്റാബേസ് ഒന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഡാറ്റ തന്നെ. ഓക്കെ, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫീൽഡാണ്. ഓക്കെ, ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കോമ ഇടുന്നു. ഫീൽഡ് എന്ന് പറഞ്ഞാൽ ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന VLOOKUP യൂസ് ചെയ്യുന്നവർക്ക് അറിയാം നമ്മൾ ടേബിളിൻ്റെ കോളം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് തന്നെയാണ് ഈ ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് റിട്രീവ് ചെയ്യേണ്ടത് എവിടുത്തെ സംഭവമാണോ, എവിടുത്തെ ഡാറ്റയാണോ റിട്രീവ് ചെയ്യേണ്ടത് അതിൻ്റെ കോളം നമ്പർ. ഇത് ഫസ്റ്റ് കോളത്തിലല്ലേ, അപ്പോൾ ഫസ്റ്റ് 1 എന്നിട്ട് കൊടുക്കാം. അതല്ലാണ്ട് നിങ്ങൾക്ക് ഫീൽഡ് നെയിം തന്നെ യൂസ് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് വീണ്ടും കോമ ഇടുന്നു. ഇനി എന്താണ്? ഇനി തേർഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് ക്രൈറ്റീരിയ ആണ്. എന്താണ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എനിക്ക് എന്താണോ വേണ്ടത്, എൻ്റെ കണ്ടീഷൻ എന്താണ് കൊടുക്കുന്നത്, ഞാൻ ഹെന്നയാണ് എനിക്ക് വേണ്ടത് അല്ലേ. ഹെന്ന എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ പേരാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് എൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ദെൻ സിംപ്ലി എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 12 ആണ് ഹനയുടെ ID എന്നുള്ളത് റിട്ടേൺ ചെയ്തു. കണ്ടല്ലോ, ഇതാണ് 12 ആണ് ഹനയുടെ ID എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ലെഫ്റ്റിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് VLOOKUP യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും DGET ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഫീൽഡ് നമ്പറിന് പകരം ഫീൽഡ് നെയിം യൂസ് ചെയ്യാം എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഫീൽഡ് നെയിം യൂസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഇവിടെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫോർമുലയിലേക്കൊന്ന് പോവുകയാണേ. എന്നിട്ട് ഞാൻ അവിടെ 1 എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളുടെ ഫീൽഡ് എന്താണ്? ID ആണ് അല്ലേ എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത്. അത് വിത്തിൻ കോഡ്സിൻ്റെ ഉള്ളിൽ വേണം ഞാനത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റർ കീ അടിക്കുന്നു. 12 കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് വർക്കാവുന്നതായിരിക്കും. ID എന്ന് കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് വർക്കാവും. ഇനി നോക്കിക്കോ ഫോർമുലയിൽ ഞാൻ എന്ത് ചേഞ്ചാണ് വരുത്തുന്നതെന്ന്. ഇതിന് പകരം ഇതൊന്ന് കളയാണ്. അതിനുശേഷം ഞാൻ ഈ ഒരു സെല്ല് അവിടത്തേക്കുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റർ അടിക്കുന്നു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഈ ഫീൽഡ് എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്ററിനെ 3 രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്ന് ഫീൽഡ് നമ്പർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കോഡ്സിൻ്റെ ഉള്ളിൽ ഫീൽഡ് നെയിം കൊടുക്കാം, അതും അല്ലെങ്കിൽ നമുക്കിങ്ങനെ സെല്ലിൽ എഴുതിയിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ രീതികളിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്കിത് റൈറ്റ് സൈഡിലേക്ക് വർക്ക് ചെയ്യുന്നത് കാണാം. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഞാനിവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോർമുല എടുക്കുകയാണ്. ഫോർമുലയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് $സൈൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം എന്താണ് പ്രസ് ചെയ്യേണ്ടത്. F4 അടിച്ചു കൊടുത്തിട്ട് $സൈൻ വന്നോളും. അതായത് ആബ്സല്യൂട്ട് റെഫറൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ $സൈൻ യൂസ് ചെയ്യുന്നത്. ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇനി ഇങ്ങോട്ടേക്ക് ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഫോർമുല കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ കണ്ടോ
ഹന ഫിനാൻസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഹനയുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫിനാൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിഗെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് വർക്ക് ചെയ്യുന്നത് കണ്ടു, റൈറ്റിലേക്ക് വർക്ക് ചെയ്യുന്നത് കണ്ടു, ഫീൽഡ് ഡിഫറെൻറ്റ് ടൈപ്സിൽ യൂസ് ചെയ്യുന്നതും കണ്ടു. അപ്പോൾ ഞാൻ ഈ മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഡാറ്റ ഇവിടെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ID എന്ന് പറയുന്നത് 17 ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. ഇതുള്ള ഈ ഒരു രണ്ട് സംഭവം, അതായത് 17ഉം മാർക്കറ്റിങ്ങും ഉള്ള ആളുടെ ആനുവൽ സാലറിയാണ് എനിക്ക് ഈ സെല്ലിലേക്ക് റിട്ടേൺ ആവേണ്ടത്. മനസ്സിലായല്ലോ? നേരത്തെ നമ്മൾ കണ്ടത് ഒറ്റ കണ്ടീഷൻ കൊടുത്തിട്ടാണ്. അപ്പോൾ രണ്ട് കണ്ടീഷൻ കൊടുത്തിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ പറയാം. രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് ID, ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ IDയിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾ വേണം റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈക്വൽ ടു ഇട്ടു, DGET എന്ന് അടിച്ചു കൊടുത്തു. ദെൻ നമ്മൾ പാരന്തസിസ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ഡാറ്റാബേസ് ആണ്, അപ്പോൾ ഡാറ്റാബേസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ കോമ ഇടുന്നു. ദെൻ ഫീൽഡ് നെയിം ആണ്. ഫീൽഡ് നെയിം എന്ന് പറയുന്നത് എന്താണ്? ആനുവൽ സാലറി. ഞാൻ ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കോമ ഇടുന്നു. ദെൻ ക്രൈറ്റീരിയ. എന്താണ് എൻ്റെ ക്രൈറ്റീരിയ? അതായത് ഈ IDയും ഡിപ്പാർട്ട്മെൻറ്റും 17ഉം ഒക്കെ ഉള്ളതാണ്. ഇതാണ് എൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. കണ്ടോ? ഇതാണ് സാലറി. ഇത് വേണമെങ്കിൽ എനിക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 17ഉം മാർക്കറ്റിങ്ങും ഉള്ള ആളുടെ സാലറി 17 അലീഷ്യാണ്, മാർക്കറ്റിംഗ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ്, ആനുവൽ സാലറി എന്ന് പറയുന്നത് 44400 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ കണ്ടീഷനിൽ ഇത് വർക്കാവുന്നത്. അതായത് നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരുപാട് വലിയ ഡാറ്റയാണുള്ളത് എങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കതിൽ നിന്ന് ഒരാളെ മാത്രം എടുക്കണം, അല്ല ഇന്ന കണ്ടീഷൻ കൊടുത്തിട്ട് ഒരാളെ മാത്രം റിട്ടേൺ ചെയ്യേണ്ടിക്കൽ വേഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ ഇത്? ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഞാനിവിടെ വേറൊരാളുടെ പേര് കൊടുക്കുകയാണ്, ഹനയല്ലാതെ വേറൊരാളുടെ പേര് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക നോക്കാം. ജേക്കബിൻ്റെ പേര് കൊടുക്കുകയാണ്. എൻ്റർ അടിക്കുന്നു. കണ്ടോ? ജേക്കബ് 26 ആണ് ID, അതുപോലെ തന്നെ IT ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ഏത് പേര് കൊടുത്താലും നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആളുടെ എന്താണ് IDയും ഡിപ്പാർട്ട്മെൻറ്റും കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ സാറേനെ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇത് കേസ് സെൻസിറ്റീവ് അല്ല. സാറ ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞു കേസ് സെൻസിറ്റീവ് അല്ല. നമ്മൾ കൊടുത്തതല്ലാണ്ട് സാറ എന്ന് ഞാൻ സ്മോൾ ലെറ്ററിൽ കൊടുത്താലും, ഇതിവിടെ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ ഫസ്റ്റ് ലെറ്റർ കൊടുത്തിട്ടുള്ളത്, സാറ എന്ന് സ്മോൾ ലെറ്ററിൽ കൊടുത്താലും സാറ എന്ന് പറയുന്നത് 28 ആണ് ID, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് സപ്പോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഇതൊക്കെ ആരുടെയൊക്കെ വേണോ അതൊക്കെ നമുക്കിങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റും. വേറൊരു പ്രത്യേകതയും കൂടി ഈ ഡിഗെറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് പാർഷ്യൽ മാച്ച് ഫൈൻഡ് ചെയ്താലും റിട്ടേൺ ചെയ്തോളും. അതായത് ഇവിടെ ഞാനൊരു പേര് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, പോൾ സ്മിത്ത് എന്ന് പറഞ്ഞിട്ട്. ഞാനിവിടെ പോൾ മാത്രം ടൈപ്പ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പോൾ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്തു. കണ്ടോ? 29 മാർക്കറ്റിംഗ്. ചെക്ക് ചെയ്ത് നോക്കാം. 29 മാർക്കറ്റിംഗ്. കണ്ടോ? നമ്മൾ ഫുൾ നെയിം അടിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇത് വാല്യൂ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സംഭവം. പാർഷ്യൽ മാച്ച് കണ്ടാലും റിട്ടേൺ ചെയ്യും. അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഡിഗെറ്റ് ഫംഗ്ഷൻ കൊണ്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഡിഗെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ വരാൻ ചാൻസ് ഉള്ള എറേഴ്സിനെ പറ്റിയിട്ട് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. അതായത് ഒന്ന് നം എററാണ്, രണ്ടാമത്തെ വാല്യൂ എററാണ്. നം എറർ എപ്പോഴാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ക്രൈറ്റീരിയ യൂസ് ചെയ്യുമ്പോൾ ഇത് മോർ ദാൻ 1 റെക്കോർഡ് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയുമ്പോൾ മനസ്സിലാവും, ചെയ്ത് കാണിക്കുമ്പോൾ മനസ്സിലാവും, കാണിച്ചു തരാം. അതായത് ഇപ്പോൾ IDക്ക് ഇവിടെ 17 ആണല്ലേ ഉള്ളത്. ഞാനിവിടെ പോളിൻ്റെയും കൂടെ ID 17 ആക്കാൻ പോവാണ്. പോൾ വർക്ക് ചെയ്യുന്നത് സെയിം ഡിപ്പാർട്ട്മെൻറ്റിലാണ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. അപ്പോൾ IDയും സെയിം ആവും, ഡിപ്പാർട്ട്മെൻറ്റും സെയിം ആവും. ഓക്കെ, അപ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ? ബിക്കോസ് എന്തുകൊണ്ടാണത്? അത് ഫൈൻഡ് ചെയ്തു, മോർ ദാൻ 1 റെക്കോർഡ്, സിമിലിയർ റെക്കോർഡ് ഫൈൻഡ് ചെയ്തു അല്ലേ. അപ്പോൾ അതിന് റിട്ടേൺ ചെയ്യാൻ അറിയില്ല. സോ അത് റിട്ടേൺ ചെയ്യുന്ന എറർ ആയിരിക്കും, അത് നം എറർ ആയിരിക്കും. മനസ്സിലായല്ലോ? മാറ്റി കൊടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ എറർ എന്ന് പറയുന്നത് വാല്യൂ എററാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊടുത്ത ക്രൈറ്റീരിയയ്ക്ക് ഒരു മാച്ചും ഇതിൽ കാണുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ വാല്യൂ എറർ. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഈ 17 പകരം ഇവിടെ കൊടുക്കാൻ പോകുന്നത് 21 ആണ്. അതായത് 21 ഇവിടെ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ നമ്മുടെ എന്താണോ ഡാറ്റ അത് റിട്ടേൺ ചെയ്യും. അതില്ലെങ്കിൽ എന്താണ്? വാല്യൂ എററാണ് റിട്ടേൺ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഡിഗെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിഗെറ്റ് ഫംഗ്ഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫംഗ്ഷൻ ആണല്ലോ. ഒന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു ഫോർമുലയാണ്, ചെറിയ 3 പാരാമീറ്റേഴ്സേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.